മെയ് 16 ഞങ്ങളുടെ 5th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം തികയാണ്. പക്ഷേ 5 വർഷം ആയതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം സിസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു, ഡെലിവറിയും മറ്റു കാര്യങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഹോസ്പിറ്റലിലായിരുന്നു. രാവിലെ പോയ നൈറ്റൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പ്ലാൻ ചെയ്യാനും നടത്താനും ഒന്നും പറ്റിയില്ല. പിന്നെ രാത്രിയായപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി ഒരു ചെറിയ കേക്ക് മുറിയും ഒക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അറേഞ്ച് ചെയ്തെടുത്തൊരു പരിപാടിയായിരുന്നു ഇത്. നൈറ്റ് കുറേ ലേറ്റായി. എന്തായാലും കേക്കൊക്കെ സെറ്റാക്കി ഒരു 1/2 kg കേക്കൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നു. അങ്ങനെ നൈറ്റ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. ഞാൻ നല്ല ടയേർഡായിരുന്നു, കാരണം ഫുൾ ടൈം എല്ലാ ദിവസവും ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു, കേക്കൊക്കെ കഴിച്ചു. എന്ത് വിശേഷം വന്നാലും ഇതുപോലൊരു ചെറിയ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി നിന്ന് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിക്കും. പിന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കും. ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഇത്രയേ ഉള്ളൂ സെലിബ്രേഷൻ. എന്തെങ്കിലുമൊക്കെ നല്ല ഫുഡുകളൊക്കെ അന്നത്തെ ദിവസം കഴിക്കുക, അതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം. അല്ലാതെ ഓവറായിട്ട് എക്സ്പെൻസൊക്കെ ചിലവാക്കി എല്ലാവരെയും ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊന്നും പൊതുവേ ഞങ്ങളങ്ങനെ നടത്താറൊന്നുമില്ല. ഞങ്ങൾ മാത്രമുള്ളൊരു കുഞ്ഞു ഫങ്ഷൻ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയനും അനിയത്തിയും കൂടി ഒരു ചെറിയ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കിട്ടുന്ന ആദ്യത്തെ ഗിഫ്റ്റായിരുന്നു ഇത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ അപ്പം തന്നെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ഏകദേശം പുറമെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തെങ്കിലും ഫോട്ടോ ഫ്രെയിംസോ കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഫോട്ടോ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് എടുക്കുന്നത്. അതും ഇതുവരെ ഞങ്ങളങ്ങനെ ഫോട്ടോ ഒന്നും ഫ്രെയിം ചെയ്തൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു അവർ തന്ന ഗിഫ്റ്റ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏതോ ഇൻസ്റ്റഗ്രാം സൈറ്റ് വഴി എങ്ങാണ്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ അതൊക്കെ തന്നു. അത് കഴിഞ്ഞ് അത് കൊണ്ടുവന്ന് റൂമിൽ ഒരിടത്ത് ജസ്റ്റ് തൂക്കിയൊക്കെ ഇട്ടു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് പുറത്തുനിന്ന് പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ച് ചിക്കൻ മന്തി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ എന്ത് സ്പെഷ്യൽ ഡേ വന്നാലും ചിക്കൻ മന്തിയാണ് ഞങ്ങൾ വാങ്ങിക്കാറ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ മന്തി. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി എല്ലാവരും കൂടി ഇരുന്ന് ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. വളരെ ചെറിയ മിനിമലായിട്ടുള്ള സെലിബ്രേഷൻസേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.